റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ +2 റിസൾട്ട്സ് ഒക്കെ വന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ ഇവരുടെ അടുത്ത് ചോദിക്കുമ്പം ഇവരെല്ലാവരും പറയുന്നൊരു കാര്യം ഇവർക്ക് നാട്ടിൽ നിൽക്കണ്ട, പുറത്ത് പോകണം, അവിടെ പോയി പഠിക്കണം എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അതിനകത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാവരും പറയുന്നൊരു പേര് ജർമ്മനി. എക്സാക്ട്ലി. ഇപ്പോൾ അബി പറഞ്ഞ പോലെ തന്നെ ജർമ്മനി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡി അബ്രോഡ്. എല്ലാ സ്റ്റുഡൻസിൻ്റെ മൈൻഡിലും ഇപ്പോൾ ജർമ്മനി പോയി പഠിക്കണം എന്നുള്ളതാണ്. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈക്ക് അതിലെ വെരി ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ്. അതായത് മറ്റൊരു യൂറോപ്യൻ കൺട്രീസും കൊടുക്കാത്തൊരു പ്രിവിലേജാണ് ഫ്രീ എഡ്യൂക്കേഷൻ. അത് മാത്രമല്ല, ഫ്രീ എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞാലും അതിനകത്ത് ചെറിയൊരു കോസ്റ്റ് വരുന്നുണ്ട്. കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇനീഷ്യലി നമ്മളൊരു €80 തൊട്ട് ഒരു €250 വരെ പേ ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. അതായത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട്, ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഇയർലി ഫീസാണ്. ഇയർലി നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു €100 നമ്മൾ പേ ചെയ്യേണ്ടത്. എങ്കിൽ കൂടി ഓർക്കണം, നമ്മൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ അഫോർഡബിൾ ആണ്, വളരെ ചീപ്പാണ് അത്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഫ്രീ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ടൈറ്റിൽ അവിടെ? അതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ട്യൂഷൻ ഫീ ഫ്രീ ആണ്. അതാണ്, അതായത് നമുക്ക് ട്യൂഷൻ ഫീ ആയിട്ട് ഒന്നും കൊടുക്കണ്ട. പിന്നെ അറിയാമല്ലോ, പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് തന്നെ അവിടുത്തെ ക്രൈറ്റീരിയ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസ്ഡ് ആണ്. അക്കാഡമിക്കലി നല്ല എക്സലന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പം അഡ്മിഷൻ കിട്ടാത്ത കുറെ കുട്ടികൾ വരും. അവർക്കുള്ളൊരു ഓപ്ഷനാണ്, ജർമ്മനിയിൽ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അവർക്കുള്ളൊരു ഓപ്ഷനാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. പക്ഷെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെരി എക്സ്പെൻസീവ്, അത് എന്തായാലും പറ്റില്ല. ജർമ്മനി എത്ര അഫോർഡബിൾ ആണെന്ന് പറയുകയാണെങ്കിലും പബ്ലിക് യൂണിവേഴ്സിറ്റീസ് മാത്രമാണെങ്കിൽ ദേ വിൽ ചൂസ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അവർക്കത് പറ്റണില്ല. പക്ഷെ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ലൈക്ക് ഒരുപാട് സ്കോളർഷിപ്സ് നമ്മുടെ ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതും മന്ത്ലി €300 to €1,000 ആ റേഞ്ചിൽ വരുന്ന സ്കോളർഷിപ്സ് ആണ്, വിച്ച് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ ആക്ച്വലി. പിന്നെ ഈ ഒരു സ്കോളർഷിപ്സിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വിച്ച് ഇസ് ടാക്സ് ഫ്രീ. നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട, അതുപോലെ തന്നെ യു ഡോണ്ട് ഹാവ് ടു പേ ഇറ്റ് ബാക്ക്. നമുക്ക് തിരിച്ചടക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലെ സ്കോളർഷിപ്സ് കിട്ടിയില്ല എന്നാണെങ്കിൽ തന്നെ മറ്റ് യൂറോപ്യൻ കൺട്രീസിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് വെരി അഫോർഡബിൾ. നല്ല അഫോർഡബിൾ ആണ്. പിന്നെ വരുന്നത് വെച്ചാൽ പിന്നെ കുട്ടികൾക്ക് വരുന്നൊരു ഡൗട്ട്, ജർമ്മൻ ഫുള്ള് പഠിച്ചിട്ട്, അതായത് ജർമ്മൻ C2 ഒക്കെ പഠിച്ചിട്ട് വേണോ ജർമ്മനി പോവാൻ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഡൗട്ടേ വേണ്ട. കാര്യം വെച്ചാൽ നിങ്ങൾ ഹെൽത്ത് കെയറോ നഴ്സിംഗോ ഒന്നും അല്ല നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം എനിക്കൊരു 1600+ കോഴ്സസ് ആണ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് തൊട്ട്. അതായത് നിങ്ങൾക്ക് ഒരു IELTS ഉണ്ട്, ഒരു ബെറ്റർ IELTS സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജർമ്മനിലൊരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടും. ബേസിക് ജർമ്മനും വേണ്ട. പക്ഷേ എന്തുകൊണ്ടും ബേസിക് ജർമ്മൻ പഠിക്കുന്നത് നല്ലതാണ്. കാര്യം വെച്ചാൽ അവിടെ ചെന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ലോക്കൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കുന്ന വഴി നമുക്ക് പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ലൈഫ് ഈസി ആക്കാൻ എന്തായാലും അവിടുത്തെ ഒരു നേറ്റീവ് ലാംഗ്വേജ് പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ ബേസിക് ജർമ്മൻ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ജർമ്മൻ പഠിച്ചെങ്കിലേ ജർമ്മനി പോകാൻ പറ്റും എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല. കാര്യം ഒബ്വിയസ്ലി ഹെൽത്ത് കെയറോ നഴ്സസോ ഒക്കെ വരികയാണെങ്കിൽ യു ഹാവ് ടു. പക്ഷേ അല്ല എഞ്ചിനീയറിംഗ്, സ്റ്റെം അങ്ങനത്തെ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ ഒരു IELTS സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ പോകാം. പിന്നെ വരുമ്പോഴത്തേക്കിനാണ് അടുത്തത് ലിവിംഗ് കോസ്റ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസും ജർമ്മനി പോയി പഠിക്കാം, പക്ഷെ അറ്റ് ദ സെയിം ടൈം അവിടെ എങ്ങനെ ജീവിക്കും ആ ഒരു ചെലവിന്റെ കാര്യം അവർ എന്തായാലും ചിന്തിക്കും. അപ്പോൾ ലിവിംഗ് കോസ്റ്റ് വരുമ്പോൾ എന്താണ് ജർമ്മനിയിൽ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് പറയാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മേജർ സിറ്റീസ് മ്യൂണിക്ക്, ഹാംബർഗ്, ഫ്രാങ്ക്ഫർട്ട് അങ്ങനത്തുള്ള സിറ്റീസ് വരുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ലിവിംഗ് കോസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അതിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും ബാംഗ്ലൂരും കൊൽക്കത്തയൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ലിവിംഗ് കോസ്റ്റ് കൂടുതലാണ്. അതേപോലെ മ്യൂണിക്കും ഹാംബർഗും ഒക്കെയാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ലിവിംഗ് കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ എങ്കിൽ കൂടിയും അഫോർഡബിൾ ആണ്. നമുക്ക് ഇതിനൊക്കെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒക്കെ വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോഴധികം നമുക്ക് അറ്റ്ലീസ്റ്റ് കവർ ചെയ്യാം. പിന്നല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈപ്സിഗ് പോലത്തുള്ള ഔട്ടർ സിറ്റീസ് ഉണ്ട്. അവിടെ പോവുകയാണെങ്കിൽ നല്ല അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് റെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ലിവിംഗ് കോസ്റ്റ് വളരെ കുറവാണ് അവിടെ. പിന്നെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി സിറ്റിയാണ്, വളരെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി സിറ്റിയാണ് ലൈപ്സിഗ് ഒക്കെ. അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒരുപാട് അവിടെ താമസിക്കുന്നവരുണ്ട്. പിന്നെ ജർമ്മനിയുടെ ലിവിംഗ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി, അതായത് നമ്മൾ അവിടെ താമസിക്കുമ്പോൾ നമ്മുടെ ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെറ്റർ പ്ലാൻ ആണ് സ്റ്റുഡൻറ് കാർഡ്സ്. അത് യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ആ കാർഡ് ഉണ്ടെങ്കിൽ ഒരുവിധം എല്ലായിടത്തും ലൈബ്രറി, പബ്ലിക് ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ മ്യൂസിയംസ്, ഇവിടേക്കുള്ള ചാർജുകൾ ഒന്നുകിൽ കുറവായിരിക്കും, നല്ല ഡിസ്കൗണ്ട് കിട്ടും. അല്ലാതെ ചിലയിടത്തൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഈ സ്റ്റുഡൻറ് കാർഡ് വെച്ചിട്ട്. അപ്പോൾ ലിവിംഗ് കോസ്റ്റിന്റെ കാര്യം വരുമ്പോഴും അത് വളരെ നമുക്ക് കുറച്ച് ടാക്ടിക്കലി മൂവ് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് ഒരുവിധം നന്നായിട്ട് കുറയ്ക്കാവുന്നതാണ്. പിന്നെ ഈ അക്കോമഡേഷൻ വരുമ്പോഴത്തേക്കിന് സ്റ്റുഡൻറ് അക്കോമഡേഷൻസ്, സ്റ്റുഡൻറ് കൗൺസിലുകളുടെ ഒക്കെ അക്കോമഡേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മന്ത്ലി 200 യൂറോസിനകത്തൊക്കെ നമുക്ക് റെന്റ് വരുന്നുള്ളൂ. അപ്പോൾ അതായത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിതെല്ലാം പ്ലാൻ ചെയ്യണം. അതായത് അഡ്മിഷൻ കിട്ടിയ ഒരു 1 മന്തിനുള്ളിൽ നമ്മളിതെല്ലാം പ്ലാൻ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ലിവിംഗ് കോസ്റ്റ് ഒക്കെ നമുക്ക് വളരെ കുറയ്ക്കാം. ഒരു മാക്സിമം 500 യൂറോസിനകത്തൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പിന്നെ പാർട്ട് ടൈംസ് ഉണ്ടല്ലോ, പാർട്ട് ടൈംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് ടൈം ഇപ്പോൾ സ്റ്റഡീസ്, അതുപോലെ ഇപ്പോൾ ജർമ്മനിയിൽ പോയി പഠിക്കാം, അതിനോടൊപ്പം തന്നെ പിള്ളേർ ചിന്തിക്കുന്ന വേറൊരു കാര്യമാണ് പാർട്ട് ടൈം ജോബ്സ്. പാർട്ട് ടൈം ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു യൂറോപ്യൻ കൺട്രിയിലെ പോലെ തന്നെയും ഇവിടെയും ഒരു ക്രൈറ്റീരിയ ആണ് 20 hours per week എന്നുള്ളൊരു ക്രൈറ്റീരിയ ആണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും 20 മണിക്കൂർ പെർ വീക്ക് എന്നുള്ളൊരു ക്രൈറ്റീരിയ ആണ്. നിങ്ങൾക്ക് സെമസ്റ്റർ ബ്രേക്സ് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് പാർട്ട് ടൈം എന്നത് ഫുൾ ടൈം ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ലൈക്ക് യു ക്യാൻ വർക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവേഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അതാണ് അവിടെ വരുന്നൊരു ബെനിഫിറ്റ് ആക്ച്വലി. പിന്നെ അല്ലാതെ വരുമ്പോഴത്തേക്കിന് അറിയാമല്ലോ, അവർലി റേറ്റ് മിനിമം വേജ് എന്ന് പറയുന്നത് 12 യൂറോസ് പെർ അവർ ആണ്. ഇതല്ലാതെ നമുക്ക് 25-30 യൂറോസ് ഒക്കെ, അതായത് മിനിമം വേജ് ആണ് 12, 25-ഉം 30 ഒക്കെ കിട്ടുന്ന ജോബ്സ് ഉണ്ട്. പക്ഷെ അതെന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു AI, വെബ് ഡെവലപ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതെല്ലാവർക്കും പോസിബിൾ ആണെന്നില്ല. എല്ലാവർക്കും ഇതിലൊക്കെ സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ഗെറ്റ് 30 hours per week, 30 euros per hour. പിന്നെ അല്ലാതെ വരുന്നതെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട് ടൈം ജോബ്സിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി ഒട്ടും നോക്കില്ല എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. ചിലയിടത്ത് വിച്ച് ഈസ് എൻ എക്സ്ട്രാ ബെനിഫിറ്റ് അല്ലേ? അതായത് ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി ഇല്ലാതെ തന്നെ, പ്രൊഫഷൻസി ആ വേർഡ് നമ്മൾ ശ്രദ്ധിക്കണം, പ്രൊഫഷൻസി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം കയറാം. അതായത് ബേസിക് ജർമ്മൻ എപ്പോഴും അറിഞ്ഞിരിക്കണമല്ലോ. നമ്മൾ പറഞ്ഞ പോലെ അഡീഷണൽ ബെനിഫിറ്റ് ആണ് ബേസിക് ജർമ്മൻ നിങ്ങൾ എന്തായാലും, പ്രത്യേകിച്ച് റീറ്റെയിൽ സെക്ടറിലൊക്കെ ആണെങ്കിൽ. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ലൈക്ക് നമ്മളവിടെ ഏൺ ചെയ്യുമ്പോൾ 540 euros വരെ ഏൺ ചെയ്യുകയാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു പേ ടാക്സ് നമുക്ക് അവിടെ അടയ്ക്കേണ്ടി വരില്ല. പക്ഷെ അതിനും കൂടുതൽ ലൈക്ക് 540 യൂറോസിന് കൂടുതൽ നിങ്ങൾ ഏൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ ഒരു ചെറിയ എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും. സ്റ്റുഡൻസിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യം. അതായത് സ്റ്റുഡൻസിന് 540 euros വരെ മന്ത്ലി ഏൺ ചെയ്യാം വിതൗട്ട് ടാക്സ്. അത് കൂടുതലായാൽ നമ്മൾ എന്തായാലും ഒരു ചെറിയ എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും. പിന്നെ അതെന്തായാലും വരും. പിന്നെ ഇനി കോഴ്സസിന്റെ കാര്യം. കോഴ്സസ് എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി സ്പെസിഫിക് കോഴ്സസ്. അതായത് ജർമ്മനിയിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. അതായത് ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസും യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സസ് അനുസരിച്ചിരിക്കും ഏത് യൂണിവേഴ്സിറ്റി വേണം പോകാനെന്ന്. യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിന്റെ ഒരു പ്രത്യേകത എന്താണ്, ഇപ്പൊ ജർമ്മനി ട്രെൻഡ് ആവുന്നതിന്റെ ഒരു വേറെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റി ട്രെൻഡിങ് ആവുന്നതുകൊണ്ടാണ്. കാരണം അവിടെ പ്രാക്ടിക്കൽ നോളജിനാണ്, വിച്ച് ഇസ് ഫോക്കസ്ഡ് കംപ്ലീറ്റ്ലി ടു പ്രാക്ടിക്കൽ നോളജ്. അതായത് നമുക്ക് തിയറിറ്റിക്കൽ സ്റ്റെം പോലെയുള്ള കോഴ്സസ് ലൈക്ക് IT ഫീൽഡ് അതുപോലെയുള്ള കോഴ്സുകളൊക്കെയാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ വരിക. അതായത് നമ്മളുടെ തിയറിറ്റിക്കൽ നോളജിനെക്കാളും കൂടുതൽ പ്രാക്ടിക്കൽ നോളജിന് ഫോക്കസ് ചെയ്യണം. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് കമ്പനീസും ഈ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ഗ്രാജുവേറ്റ്സിനാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ആ പ്രാക്ടിക്കൽ നോളജ് എന്നുള്ളൊരു കാരണം. പിന്നെ നിങ്ങൾ ഇനി നോക്കുന്നത് ഡോക്ടറേറ്റ് അല്ലെങ്കിൽ റിസർച്ച്, ടീച്ചിങ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഫോക്കസ് ഓൺ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ്. കാര്യം അവിടെ തിയററ്റിക്കൽ നോളജിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അവിടെ അതാ പ്രാക്ടിക്കൽ നോളജ് കുറവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ജർമ്മനിയിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ഓസ്ബിൽഡൺ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് ഒരു ഡുവൽ സ്റ്റഡി പ്രോഗ്രാം പോലെ. അതായത് നമുക്ക് പഠിക്കാം, അതിന്റെ കൂടെ പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു അവരൊരു സ്റ്റൈഫൻഡും കൊടുക്കുന്നുണ്ട്. അതാണ് അവിടെ ഒരു നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം. ഒരു സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു 800 to 1000 euros വരെയാണ് നിങ്ങൾക്ക് മന്ത്ലി ഒരു സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് സ്റ്റുഡൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല എമൗണ്ട് ആണ്. അത് മാത്രമല്ല അവർ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ജോബ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവർക്ക് എനിക്ക് തോന്നുന്നു വലിയൊരു ബെനിഫിറ്റാണ്. കാര്യം ജോബ് ഇവിടുന്ന് നമ്മൾ സെക്യൂർ ആക്കിയിട്ട് അവിടെ പോകുക എന്നൊക്കെ പറയുന്നത് പോലൊരു പരിപാടി. പ്രോഗ്രാമിന് ഒരു ജോബ് സെക്യൂർഡ് കോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ജോബ് ഉറപ്പാണ്. പക്ഷെ നമ്മുടെ പെർഫോമൻസും കൂടെ നോക്കും. പെർഫോമൻസ് അനുസരിച്ചിട്ട് വേണം അത് ചെയ്യാൻ. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജർമ്മനി എന്തുകൊണ്ടും ഇറ്റ്സ് എ വെരി ടോപ്പ് ചോയ്സ്. ഇപ്പോഴും കൺസിസ്റ്റന്റ്ലലി ഇപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന്റെ മൈൻഡിൽ വരുന്നൊരു ഡെസ്റ്റിനേഷൻ ആണ് ജർമ്മനി. എന്തുകൊണ്ടും ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ ടൈറ്റിൽ എന്തുകൊണ്ടും ഡിസേർവ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ.